റേഡിയേഷൻ തെറാപ്പി ഡെഫിനിഷൻ നോക്കാം. ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് റേഡിയേഷൻ തെറാപ്പി. ഇവിടെ നോർമൽ സെൽസുമായിട്ടുള്ള എക്സ്പോഷർ വളരെ കുറവായിരിക്കും. ഈ റേഡിയേഷൻ കിട്ടിയ ക്യാൻസർ സെൽസിന് മൾട്ടിപ്ലൈ ആവാൻ പറ്റത്തില്ല. അതുമൂലം അവയുടെ സ്പ്രെഡിങ് കുറയും. ടൈപ്സ് ഓഫ് റേഡിയേഷൻ തെറാപ്പി. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ റേഡിയേഷൻ, ഓൾസോ കോൾഡ് ടെലിതെറാപ്പി. ഇവിടെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ദ ബോഡിയിലാണ്. പുറത്തുനിന്ന് ഒരു മെഷീൻ വഴിയായിട്ടാണ് ഇവിടെ റേഡിയേഷൻ ഡെലിവറി ആവുന്നത്. എക്സ്റ്റേണൽ റേഡിയേഷന്റെ പേഷ്യൻസ് കെയർ നോക്കാം. റേഡിയേഷൻ ചെയ്യുന്ന ഏരിയയിൽ സൺ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്യുക, സ്കിൻ മാർക്കിങ്സ് അവിടെ ഉണ്ടാവും, അത് ഒരിക്കലും റിമൂവ് ചെയ്യല്. കൂടാതെ കെമിക്കൽ സ്പ്രേസ്, ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും ആ റേഡിയേഷൻ ഏരിയയിൽ യൂസ് ചെയ്യാൻ പാടില്ല. മൈൽഡ് സോപ്പ് നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവർക്ക് സോർ ത്രോട്ട്, ഹൈപ്പർ സലൈവേഷൻ, ഡ്രൈ സ്കിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് റേഡിയേഷന്റെ ഒരു കോമൺ ആയിട്ടുള്ള സൈഡ് ഇഫക്റ്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ആണ് ഇന്റേണൽ റേഡിയേഷൻ. അത് 2 ടൈപ്സ് ഉണ്ട്, സീൽഡ് ഉണ്ട്, അൺസീൽഡ് ഉണ്ട്. സീൽഡ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പുകൾ ബോഡിയുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അൺസീൽഡ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഓറലി അല്ലെങ്കിൽ IV ആയിട്ട് പേഷ്യന്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഇന്റേണൽ റേഡിയേഷന്റെ പേഷ്യന്റ് കെയർസ് നോക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് ഒരു പ്രൈവറ്റ് റൂം കൊടുക്കുക. അത് നേഴ്സ് സ്റ്റേഷനിൽ നിന്ന് എവേ ആയിരിക്കണം. പേഷ്യന്റ് റൂമിന്റെ ഔട്ട്സൈഡ് ഒരു കോഷൻ ബോർഡ് വെക്കുക. പേഷ്യന്റ് റൂമിലേക്കുള്ള എൻട്രി ലിമിറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എപ്പോഴേലും എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ ലെഡപ്രോൺ വിയർ ചെയ്യുക. അതുപോലെ പ്രഗ്നന്റ് വുമണിനെയും ചിൽഡ്രനെയും ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യാൻ അനുവദിക്കരുത്. അതുപോലെ തന്നെ വിസിറ്റേഴ്സിനെ ലിമിറ്റ് ചെയ്യുക. പേഷ്യന്റുമായിട്ട് അറ്റ്ലീസ്റ്റ് 6 ഫീറ്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആ റൂമിലേക്ക് കയറുമ്പം എപ്പോഴും ഒരു ഡോസിമീറ്റർ ബാഡ്ജ് ധരിക്കുക. അത് നമ്മുടെ എക്സ്പോഷർ എന്തോരം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയുള്ള ബാഡ്ജാണ് ഡോസിമീറ്റർ ബാഡ്ജ്. നേഴ്സിംഗ് കൺസിഡറേഷൻസ് നോക്കാം. പേഷ്യന്റ് യൂറിൻ അല്ലെങ്കിൽ സ്റ്റൂൾ സാമ്പിൾസ് ലാബിലേക്ക് സെൻഡ് ചെയ്യാൻ പാടില്ല. ഇതൊരു ബയോഹസാർഡ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. റേഡിയേഷൻ കഴിഞ്ഞുള്ള 6 hours വരെ ടോയ്ലറ്റ് ബ്ലീച്ച് വെച്ച് ക്ലീൻ ചെയ്യുക. റേഡിയോ ആക്റ്റീവ് സോഴ്സ് റിമൂവ് ആക്കുന്നവരെ സെയിം ബെഡ്ഷീറ്റും സെയിം ഡ്രസ്സും കൊടുക്കുക പേഷ്യന്റിന്. അത് കഴിഞ്ഞ് ഇത് നോർമലായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുക. നേഴ്സിംഗ് ടാസ്കുകൾ ഓർഗനൈസ് ചെയ്യുക. അതുവഴി എക്സ്പോഷർ മിനിമം ആക്കാൻ പറ്റും. സ്റ്റാഫ് അസൈൻമെന്റ്സ് റൊട്ടേറ്റ് ചെയ്യുക. സെയിം സ്റ്റാഫിനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യന്റ് ഇടാൻ പാടില്ല. ഇംപ്ലാന്റ് ആക്സിഡന്റലി ഫോൾ ഔട്ട് ആണെങ്കിൽ ബെയർ ഹാൻഡ് വെച്ച് എടുക്കാതിരിക്കുക. ലോങ് ഫോർസെപ്സ് വെച്ചിട്ട് വേണം അത് പിക്ക് ചെയ്യാൻ. എന്നിട്ട് ലെഡ് കണ്ടെയ്നറിൽ ഇടുക. അതുപോലെ തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഇത്രയാണ് റേഡിയേഷൻ തെറാപ്പിയുടെ ക്വിക്ക് റിവ്യൂ. കൂടുതൽ നേഴ്സിംഗ് എക്സാം ടിപ്സിനും വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.